ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലാണ്. സ്പെഷ്യൽ ടോപ്പിക് പഠിച്ച കുറെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാണ്. PSC കാട്ടി ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് തോന്നി. അടിപൊളിയായിരുന്നു. 99 കിട്ടും. 2021 തൊട്ടുള്ള എല്ലാ മാക്സിമം ചോദിച്ചിട്ടുണ്ട്. PSCയുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യൂസ്ഫുൾ ആണ്. എൻ്റെ അനിയനും എക്സാം എഴുതുന്നുണ്ടായിരുന്നു, അവനും അത് തന്നെ കാണാറുള്ളത്. ഇന്ന് 13/7/2025 ദേവസ്വം ബോർഡ് LDC എക്സാം. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു. എളുപ്പമായിരുന്നു? എളുപ്പമാണെന്ന് വെച്ചാല് കുഴപ്പമില്ലായിരുന്നു. ഇതിനു വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെഷ്യൽ ടോപ്പിക് പഠിച്ച കുറെ വന്നിട്ടുണ്ട്. ബേസ് ആയിരുന്നോ ചോദിച്ചത്? ബേസ് ആയിട്ടല്ല, നമ്മൾ കുറച്ച് കറണ്ട് അഫയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കറണ്ട് അഫയേഴ്സ് എളുപ്പമായിരുന്നു കേട്ടോ. ഏത് ഇയറിലായിരുന്നു കറണ്ട് അഫയേഴ്സ് ഒക്കെ? ഈ വർഷത്തെയും പിന്നെ 2023, 2024 ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? ഞാൻ അങ്ങനെ നിന്ന് പ്രിപ്പയർ ചെയ്യുമല്ല, അല്ലാണ്ട് ക്ലാസ് ഒക്കെ ഇങ്ങനെ കണ്ടു നോക്കി. സൂപ്പർ നോട്ട്സ് കേട്ടിട്ടുണ്ടോ? സൂപ്പർ. ഞാൻ വീഡിയോ കണ്ടായിരുന്നു. കണ്ടിട്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഞാൻ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യാണ്. കുഴപ്പമില്ല. ക്ലാസ്സസ് കാണാറുണ്ട്? റെക്കോർഡഡ് ക്ലാസ്സസ് കാണാറുണ്ട്. കണ്ടക്ടർ ഈ അടുത്തിട്ടുള്ള പിന്നെ 2024 കൂടുതൽ ചോദിച്ചത്. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ? സ്പെഷ്യൽ ടോപ്പിക് കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. എവിടെ നിന്നാ വരുന്നേ? കായംകുളം. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, നല്ല എക്സാം ആയിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെയായിരുന്നു? സ്പെഷ്യൽ ടോപ്പിക് കുഴപ്പമില്ല, നല്ലതായിരുന്നു. PSC കാട്ടി ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് തോന്നി. കറണ്ട് അഫയേഴ്സ് ഒക്കെ നല്ല സിമ്പിൾ ആയിട്ട്. ഏത് ഇയറിലായിരുന്നു കറണ്ട് അഫയേഴ്സ് ഒക്കെ? കറണ്ട് അഫയേഴ്സ് ഞാനാണെങ്കിൽ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈമാണ് എഴുതുന്നത്. ഇതിനു വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ല, സെൽഫ് സ്റ്റഡി മാത്രമായിട്ടുള്ള. ഓക്കെ, താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, വലിയ കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഏത് ഇയറിലായിരുന്നു കറണ്ട് അഫയേഴ്സ് ഒക്കെ? ഇപ്പം 32 നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. 99 കിട്ടും. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെ ഈസി ആയിരുന്നോ? അത് 1-2 ഒക്കെ അറിയായിരുന്നു, ബാക്കി ഇല്ല. ഞാൻ വെറുതെ പറഞ്ഞു 99 കിട്ടത്തില്ല കേട്ടോ. എക്സാം നന്നായിരുന്നു. നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? കുറച്ച് വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്പെഷ്യൽ ടോപ്പിക് എളുപ്പമായിരുന്നു കേട്ടോ. കറണ്ട് അഫയേഴ്സ് ഒക്കെ ഏത് ഇയറിലായിരുന്നു? 2021 തൊട്ടുള്ള എല്ലാ മാക്സിമം ചോദിച്ചിട്ടുണ്ട്. PSCയുടെ സെയിം പാറ്റേൺ തന്നെയാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് എനിക്ക് പൊതുവേ ടഫ് ആയതുകൊണ്ട് മാത്സ് എളുപ്പമാണ്. ബാക്കിയുള്ള ആൾക്കാർക്ക് ജനറലി എളുപ്പമായിരിക്കും. എനിക്ക് ടഫായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. GKയോ? GK എളുപ്പമായിരുന്നു. താങ്ക് യു. സൂപ്പർ നോട്ട്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സൂപ്പർ നോട്ട്സ് കേട്ടിട്ടുണ്ട്. ഹായ്, എവിടുന്നാ വരുന്നേ? ഞാൻ ആലപ്പുഴയിൽ വരുന്നത്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ രീതി എഴുതിയിട്ടുണ്ട്. സൂപ്പർ നോട്ട്സിന്റെ ക്ലാസ് കാണാറുണ്ട്? അതാ ഞാൻ കാണാറുള്ളത്. എങ്ങനെ യൂസ്ഫുൾ ആണോ? യൂസ്ഫുൾ ആണ്. എൻ്റെ അനിയനും എക്സാം എഴുതുന്നുണ്ടായിരുന്നു, അവനും അത് തന്നെ കാണാറുള്ളത്. കറണ്ട് അഫയേഴ്സ് ഒക്കെ ഏത് ഇയറിലായിരുന്നു? 2002-2003 ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഓവറോൾ ഡിഫിക്കൽട്ടി ലെവൽ എങ്ങനെയാണ്? എനിക്ക് മലയാളം പൊതുവെ ടഫാണ്, അതുകൊണ്ട് ആ ഒരു പ്രശ്നമേ ഉള്ളായിരുന്നു. അല്ലാതെ കുഴപ്പമില്ല. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു? ഞാൻ മാത്സാണ് പഠിച്ചത്, മാത്സ് പ്രശ്നമില്ലായിരുന്നു. GKയോ? കുഴപ്പമില്ല. താങ്ക് യു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നല്ലോ. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ? സിമ്പിൾ ആയിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒക്കെ ഏത് ഇയറിലായിരുന്നു? 2024 നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. സൂപ്പർ നോട്ട്സിനെ പറ്റി കേട്ടിട്ടുണ്ട്. ക്ലാസ് ഒക്കെ കണ്ടിട്ടും ഉണ്ട്. നല്ലതായിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഇച്ചിരി ടഫായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക്കോ? അത് നല്ല സിമ്പിൾ ആയിരുന്നു. കുറച്ചൊക്കെ ടഫായിരുന്നു, കുറച്ചൊക്കെ എളുപ്പത്തിൽ വായിച്ചിട്ട്. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ലായിരുന്നു, അതൊക്കെ കുറച്ച് സിമ്പിൾ ആയിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒക്കെ ഇത് കുറച്ച് ടഫായിരുന്നു. ഏത് ഇയറിലായിരുന്നു കറണ്ട് അഫയേഴ്സ് ഒക്കെ? 2024-ഉം 2023-യും ചോദിച്ചിട്ടുണ്ട്. എക്സാമിന് വേണ്ടി നേരത്തെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? കുഴപ്പമില്ല, ഒരു 1 month ആയിട്ട്. സൂപ്പർ നോട്ട്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? ഞാൻ ഫോളോ ചെയ്യുന്നു. സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ എങ്ങനെയാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടുതലും വന്നു. കറണ്ട് അഫയേഴ്സോ? കറണ്ട് അഫയേഴ്സ് ഇച്ചിരി ടഫാണ്. ക്ലാസ്സസ് ഒക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു? ഓൺലൈൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സ് എല്ലാം ഈസി ആയിരുന്നു, ഇംഗ്ലീഷും എല്ലാം ഈസി ആയിരുന്നു. GK മാത്രം കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് ക്വസ്റ്റ്യൻസ് ഒക്കെ? അത് നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ചതൊക്കെ കുറച്ചുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സ് ഒക്കെ ഏത് ഇയറിലായിരുന്നു? കറണ്ട് അഫയേഴ്സും കുഴപ്പമില്ലായിരുന്നു. ഇതിനു വേണ്ടി ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു? ഇല്ലില്ല, ഒരു 1-2 ആഴ്ചയായുള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് പേരുടെ കമന്റ്സ് കേട്ടു. കുറച്ചു പേർക്ക് പാടായിരുന്നു, കുറച്ചു പേർക്ക് എളുപ്പമായിരുന്നു. ഇനി നിങ്ങൾക്ക് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്.